ശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാതാരവിന്ദങ്ങൾ നമസ്കരിച്ചും എല്ലാ ആശ്രമങ്ങളെയും നമസ്കരിച്ചും ആചാര്യന്മാരെ വന്ദിച്ചും ഭക്തജനങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പൂരം പിറന്ന പുണ്യപുരുഷൻ്റെ 144 ജന്മനക്ഷത്ര മഹാമഹമാണ്. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകനാണ്. ഭഗവാൻ അവസാനമായി വന്ന അവതാരമാണ്. അവസാനമായി വന്ന അവതാരത്തിൻ്റെ അറിവുകൾ കലിയുഗ അന്ത്യത്തിൽ നമ്മൾ ഏവരും തിരിച്ചറിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടതുമാകുന്നു. വളരെ കുറച്ചു പേർ മാത്രമേ ആ അവതാരത്തിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആയതിനാൽ തന്നെ ആത്മബോധോദയ സംഘത്തിലെ അംഗങ്ങൾ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 4 നാൾ ആചാരവും 3 നാൾ വിശുദ്ധിയും ഓരോ ആഴ്ചകളിൽ പറഞ്ഞു വിവിധങ്ങളായ വ്രതാനുഷ്ഠാനങ്ങൾ ആത്മബോധോദയ സംഘത്തിനുണ്ട്. അതിൽ പൂരം പിറന്ന പുണ്യപുരുഷൻ്റെ ജന്മനക്ഷത്രത്തിന് നമ്മൾ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള വ്രതാനുഷ്ഠാനം ഗുരുദേവൻ തന്നെ പറഞ്ഞ വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ സുദിനത്തിൽ ഞാൻ ശ്രമിക്കുകയാണ്. അതായത് ഭഗവാന്റെ തന്നെ വാക്കുകളാണ്. ഈ വിശുദ്ധ വ്രതം, അതായത് 4 നാൾ ആചാരവും 3 നാൾ വിശുദ്ധിയും മാസത്തിൽ 12 ദിവസവും ആണ്ടിൽ കുറഞ്ഞത് 144 ദിവസവും ആയിരിക്കും. ഈ ദിവസങ്ങൾ ഭേദപ്പെടുത്തുകയോ കവർന്നെടുക്കുകയോ ചെയ്യുന്നവർക്ക് നിഷ്കളങ്കതയുടെ പൂർണ്ണത അഥവാ പൂർണ്ണത്വം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ആയതിനാൽ പൂർണ്ണത്വം ലഭിക്കുവാൻ തടസ്സമായി വരുന്ന കളങ്കം പറഞ്ഞപേക്ഷിച്ച് വീണ്ടും തുടർന്നും വ്രതകാലം സ്വീകരിക്കേണ്ടതാകുന്നു. ഇതിനു പുറമേയുള്ള വ്രതം നമ്മളുടെ പിറന്നാൾ വ്രതമാണ്. അത് മേടമാസത്തിലെ പൂര നക്ഷത്രത്തിന് മുമ്പ് 3 ദിവസവും പിൻപ് ആ നാൾ കൂട്ടി 9 ദിവസവും ചേർന്ന് 12 നാളുകളും എല്ലാ മാസങ്ങളിലുമുള്ള പക്കനാളിന് മുമ്പും പിൻപും ഉൾപ്പെടെ 3 ദിവസവും നിയമാനുസരണം അനുഷ്ഠിക്കണം. ഇപ്രകാരമുള്ള 2 തരം വ്രതം ശരിയായി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തന്നിൽ മറവായി കിടക്കുന്ന, അത് അണ്ടർലൈനാണ്, നിഷ്കളങ്കത്വമെന്ന ഗുരുരൂപം താന്താങ്ങളിൽ വെളിച്ചമായി കിട്ടും. അതായത് നമ്മളിൽ നിബിഡമായിരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ നമ്മൾക്ക് തന്നെ തിരിച്ചറിയുവാൻ ആണ് ഭഗവാൻ നമ്മൾക്കിത് അരുൾ ചെയ്തിരിക്കുന്നത്. അതിനാൽ ആ ആത്മാക്കൾക്ക് ഗുരുവിനെ ബന്ധിക്കുന്നതിനുള്ള അവസ്ഥ വന്നു ചേരും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഗുരുരൂപം അറിയുകയില്ല. ഇത് ഇന്ന് വരെയുള്ള അനേകായിരം ആത്മാക്കളുടെ ഹൃദയവീതിയിൽ വെളിവാകേണ്ടത് തെളിവായി പറയുന്നതാകുന്നു. ഇങ്ങനെ വിശുദ്ധ വ്രതവും ഭഗവത് ദർശനവും സൂക്ഷ്മാവസ്ഥയിൽ കൂടി കാണിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന 4 നാൾ ആചാരവും 3 നാൾ വിശുദ്ധിയും നമ്മുടെ കൃതായുഗത്തിലെ തപസ്സിന് തുല്യമാണ്. ആയതിനാൽ ഈ പൂരം പിറന്ന പുണ്യപുരുഷന്റെ ജന്മനക്ഷത്ര മഹാമഹം നമുക്ക് ഏവർക്കും കൊണ്ടാടുവാനും ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്ത് ഒരാണ്ടിൽ ഒരിക്കലെ ശാന്തിധനം നമ്മളുടെ ഭവനങ്ങളിലേക്ക് ഏവർക്കും കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ശാന്തിയും സമാധാനവും ഭഗവാൻ നൽകട്ടെ എന്നും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഇവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം.